എൻ്റെ പേര് സുമി. ഇതെൻ്റെ മോള് ഏഞ്ചൽ. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്ത വർഷം 12/7/2019 എനിക്ക് സ്ഥിരമായിട്ട് ജോലി ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 7ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അംഗൻവാടിയിൽ നിന്ന് ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു, EW സർട്ടിഫിക്കറ്റ് ആയിട്ട് ഓഫീസിലേക്ക് വരാം. EW സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് പല തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സം എന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ യാക്കോബറ്റും എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് CSIയിലേക്കായിരുന്നു. അതുകൊണ്ട് അവർക്ക് തരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവർ പറഞ്ഞത്, നിനക്ക് EW സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നീ സ്കൂൾ സർട്ടിഫിക്കറ്റുള്ള യാക്കോബറ്റ്, ഞാൻ എൻ്റെ കല്യാണം കഴിച്ചത് CSIയിലേക്കാണ്. അപ്പോൾ യാക്കോബറ്റായിട്ടുള്ള പള്ളിയിൽ പോയിട്ട് നീ ആ സഭയിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് രേഖ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് എങ്ങനെ കിട്ടുക? എൻ്റെ എല്ലാ രേഖകളും CSIയിലുള്ളതല്ലേ, അതുകൊണ്ട് എനിക്കത് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് EW സർട്ടിഫിക്കറ്റ് കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വിഷമത്തിൽ ഞാൻ വീട്ടിലേക്ക് വന്ന് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ് വില്ലേജിൽ നിന്ന് സാറ് പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒന്ന് ഇവിടെ വന്നിട്ട് അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കി നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്ന് സംസാരിച്ചാലും അച്ഛൻ അത് തരൂല. ഞാനിപ്പോൾ CSIയിലല്ലേ ഞാൻ എൻ്റെ എല്ലാ രേഖകളും, അതുകൊണ്ട് ഞാൻ വരണില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഈ കടലാസ് വെച്ച് പ്രാർത്ഥിക്കട്ടെ പോയിട്ടുണ്ട്. അതിന് ഞാൻ 8ാമതും ഞാൻ ഉടമ്പടി പുതുക്കി. അതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോയിട്ട് സാറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ തന്നില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇത് കിട്ടുകയെന്ന് ചോദിച്ചു. അതിന് മുന്നേ ഞാൻ സാറ് വരുമ്പോഴേക്കും ഞാൻ മേശയുടെ അടുത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ സാറിൻ്റെ അടുത്ത് ഒരു സാറ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറൊന്ന് വേറെ ഒരു സാറിനെ വിളിച്ച് ചോദിച്ച് നോക്കി നോക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് വേറെ സാറിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് CSIയിലുള്ളവർക്കും കൊടുക്കാം, ഈ യാക്കോബറ്റായിട്ടുള്ളവർക്കും ഈ EW സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇത് SIUC വിഭാഗത്തിലുള്ളവർ ആണ്, അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് എനിക്ക് ഈ ജോലി തന്ന് അവിടുന്ന് അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മോൾക്ക് 4 ദിവസമായിട്ട് വയറ്റിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. 4ാമത്തെ ദിവസമാണ് ഇവിടെ എൻ്റെ അടുത്ത് പറയണത്, വയറ്റിന്ന് പോകണില്ല അമ്മ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകണില്ല. അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊടുത്ത്, പിന്നെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവൾക്ക് 10 മണി ആകുമ്പോഴേക്കും അവൾക്ക് വയറ്റിന്ന് പോകണേ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, അമ്മ വേദനയില്ലാണ്ട് സുഖമായിട്ട് പോയി. അപ്പം തന്നെ ഞാൻ പോയി സമയം നോക്കിയപ്പോൾ 10 മണിയാവാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ പോയി. അവിടുന്ന് മാതാവ് അനുഗ്രഹിച്ചു. 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ 2 മക്കളെയും നമ്മൾ റൂമിൽ നിന്ന് പാമ്പിൻ്റെ നിന്ന് രക്ഷപ്പെടുത്തി. എന്ന് വെച്ചാൽ മോള് പീരീഡ്സായിട്ട് ഒറ്റയ്ക്കാണ് കട്ടിന് മോള് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവളെ നേരത്തെ വിളിച്ച്, അതിന് മുന്നേ മോൻ വന്നു, എന്തിനാ എൻ്റെ നേരത്തെ, ഞാൻ പറഞ്ഞു എന്നെയല്ല വാവേനെ വിളിച്ചേന്ന്. അങ്ങനെ അവൻ പോയി കിടന്ന് ഇവൾ എണീറ്റ് വന്ന്. അങ്ങനെ കുറച്ച് ഞാൻ പിന്നെ മിറ്റടിക്കാനൊക്കെ പോയപ്പോൾ മോൻ എന്നെ വിളിച്ച്, അമ്മ ഒന്നും കൂടെ വേഗം വായോ അമ്മ, റൂമിൽ പാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ കട്ടിൻ്റെ തലക്കേം ഭാഗത്ത് പാമ്പ് ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് മാതാവ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. 2ാമത്തേത്, അടുക്കളയിൽ നിന്ന് പാമ്പിൻ്റെ ഉറ ഉരുട്ട് വെക്കണം. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ മാതാവിൻ്റെ ഉപ്പൊക്കെ ഇട്ട് അകത്തൊക്കെ, ഞാൻ ഉപ്പൊക്കെ ഇട്ട് അകത്തും പുറത്തൊക്കെ ഇങ്ങനെ തെളിച്ച് പ്രാർത്ഥിക്കും സന്ധ്യാസമയങ്ങളിലൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്നും കൂടി ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ച്, ഞാൻ ഇവരോട് പറയാൻ പോയില്ല, ഇവർക്ക് പേടിയാവണ്ടെന്ന് ചോദിച്ചിട്ട്. പക്ഷേ മക്കൾ സ്കൂളിൽ പോയി, ഞാനും അംഗൻവാടിക്ക് പോകാമെന്നൊന്നും ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച്. രാത്രി ആകുമ്പോഴേക്കും മാതാവ് ഇത് കാട്ടിത്തരണേ, ഒന്നെങ്കിൽ ഇത് പുറത്തേക്ക് പോവുക, അതല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഞങ്ങളുടെ കൺമുന്നിൽ കാട്ടിത്തരണേ എന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് മോളോട് പറയാൻ. അങ്ങനെ ഞാൻ ഇവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ടായിരുന്നു. ഞാൻ ഇവളോട് പറഞ്ഞു, ഇങ്ങനെ ഞാനിത് കണ്ടിട്ടുണ്ട്, നീ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വന്ന് വാതിൽ റൂമിൽ ലൈറ്റ് ഇട്ടപ്പോൾ കട്ടിൻ്റെ കാലിൻ്റെ മുകളിൽ പാമ്പ് കിടക്കണം.
അവിടുന്ന് മാതാവ് പാമ്പിൻ്റെ കയ്യിൽ സംരക്ഷിച്ച് മാതാവിനോട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ അനാഥാലയത്തിൽ പോയിട്ട് അമ്മമാരെ കുളിപ്പിക്കലും പിന്നെ അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, തുണികൾ കഴുകി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ പത്രങ്ങൾ പള്ളികളിൽ പോയി കൊടുക്കും. പിന്നെ ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പത്രങ്ങൾ കൊടുക്കും. പിന്നെ ബൈബിള് വായിക്കും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കും. ആ ഉപവസിക്കുന്ന സമയത്ത് ഞാൻ എൻ്റേതായ കുറച്ച് പൈസ ഞാൻ മാറ്റി വയ്ക്കും. അത് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാനത് കൊടുക്കും. ഫുഡിന് പൈസ കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തനം ചെയ്തെന്ന അമ്മ മാതാവിനോട് ഈശോയോട് നന്ദി പറയും. തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഈ കൈകൾ ഈ വിരലൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഞാനത് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ അതിൽ നിന്ന് മാതാവിനെ രക്ഷിച്ച് ഇതിപ്പോൾ മാറി. തൈറോയ്ഡ് മാറി. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിപ്പോൾ ഇത് 2 വർഷം ഓപ്പറേഷൻ കഴിഞ്ഞ് തൊട്ട് തുടങ്ങിയതാണ് ഈ കൈ ഇങ്ങനെ കോടി ഇങ്ങനെ പോവുക. അങ്ങനെ ഞാൻ ഉപ്പും തേനും ഒക്കെ ഇങ്ങനെ അതിൻ്റെ ശേഷം ഇപ്പോൾ കൈ തരിപ്പോ ഇങ്ങനെ കോടി വരിക അങ്ങനെയൊന്നുമില്ല. ഇത്രയും ചെയ്തെന്ന അമ്മ മാതാവിൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം തിരുവചനം. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തെക്കുറിച്ചും ഉടമ്പടിയെടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സുമ എന്ന ഈ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. ഈ മകൾക്ക് 7 വർഷമായിട്ട് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ 7 പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിലും 7 പ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കി പ്രാർത്ഥിച്ചു. 7ാമത്തെ പ്രാവശ്യമാണ് ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുന്നത്. പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്ന ഒരു വ്യത്യാസം കറക്ഷൻ ചെയ്യാനാണ് ഒരു വലിയ സമയവും തടസ്സവും അവർക്കുണ്ടായിരുന്നത്. ഈ മകൾ ജനിച്ച് മാമോദീസ സ്വീകരിച്ചത് ജാക്കോബൈറ്റ് സഭാംഗമായിട്ടാണ്. എന്നാൽ വിവാഹം ചെയ്തു പോയത് CSI ചർച്ചിലേക്കാണ്. ആ ഒരു വ്യത്യാസം ഡോക്യുമെൻറ്റിലുണ്ടായിരുന്നുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ പല പ്രാവശ്യം തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ആ ഓഫീസിൽ ചെന്ന് ഈ മകൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരുപാട് തടസ്സങ്ങളും നിയമങ്ങളും പറഞ്ഞിരുന്നവരെല്ലാം അതെല്ലാം മാറ്റി ഈ മകൾക്ക് വളരെ പെട്ടെന്ന് ജോലി നൽകുകയും ആ സർട്ടിഫിക്കറ്റിലുള്ള തടസ്സങ്ങൾ മാറുകയും ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കുഞ്ഞിനെ 4 ദിവസത്തോളം വയറ്റിലെ അസ്വസ്ഥത മൂലം ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിച്ചതൊന്നു മാത്രമാണ് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചെങ്കിലും കുഞ്ഞിന് ആശ്വാസമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ മകൾക്ക് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞിന് വളരെ സൗഖ്യം കിട്ടുകയും വയറിൻ്റെ അസ്വസ്ഥതകൾ മാറി ടോയ്ലറ്റിൽ പോകാൻ സാധിക്കുകയും ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ ഒരു വലിയ സംരക്ഷണത്തെക്കുറിച്ച് സുമ ഏറ്റു പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിയിരുന്ന കട്ടിലിൽ ഒരു തവണ പാമ്പ് വരികയും അല്പമൊന്ന് ഡിസ്റ്റർബ്ഡ് ആയാൽ പാമ്പ് കടിയേറ്റ് ഒരു വലിയ ആപത്തിൽ നിന്ന് അവരെ അപകടം ഉണ്ടാകുമായിരുന്നു എന്നാണ് സുമ ഏറ്റു പറയുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്കുണ്ടായിരുന്നു. ഈശോയുടെ വലിയ പിന്തുണ, ഈശോയുടെ അനുഗ്രഹം അവർക്കുണ്ടായതായി സുമ ഏറ്റു പറയുകയാണ്. കൈയിൻ്റെ മരവിപ്പും അതുപോലെ തന്നെ ഒരു വലിയ സൗഖ്യത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, നേർച്ച വസ്തുക്കളുടെ ഫലമായി ഉടൻ പരിഹാരം എന്നോണം ഈ മകൾക്ക് സൗഖ്യം ലഭിക്കുകയുണ്ടായി. ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്കെല്ലാം വളരെ പെട്ടെന്ന് സൗഖ്യവും സമാധാനവും എല്ലാം ലഭിക്കുന്നത് നാം ഈ ദിവസങ്ങളിൽ കാണുന്ന വലിയ സാക്ഷ്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് ഉടൻ പരിഹാരമാണെങ്കിലും നാം എത്രമാത്രം വിശ്വസ്തരാണോ, എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണോ നാം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് ജീവിക്കുന്നതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ദൈവത്തിന് തോന്നണം നീ വിശ്വസ്തനാണ്, നീ എന്നെ പിരിഞ്ഞു പോകില്ല എന്നൊരു വിശ്വാസം ദൈവത്തിന് കൈവന്നാൽ മാത്രമേ നമുക്ക് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനാവൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവിടുത്തെ ഏറ്റുപറയാൻ സാധിക്കൂ. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ മകൾക്ക് സാധ്യതകൾ തുറന്നു കിട്ടിയിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യാനും അതുപോലെ തന്നെ തൻ്റെ കാരുണ്യ പ്രവൃത്തികളിലൂടെയെല്ലാം ഈശോയെ അനുഭവിക്കുവാനും ഈശോയെ കൈമാറുവാനുമുള്ള വലിയ സാധ്യതകൾ ലഭിച്ചിരിക്കുന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സുമയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു നല്ല കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം.